ഹലോ, നമുക്കിന്ന് ഒരു കുക്കുംബർ തമ്പുളി ഉണ്ടാക്കാം. നല്ല മഴ സമയമല്ലേ, അപ്പോൾ നമുക്ക് ഈ കുക്കുംബറൊക്കെ ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു അണീസ്നെസ് ഉണ്ടാവും. കാരണം മഴയൊക്കെ ഉള്ളപ്പോൾ ഇത് തണുപ്പാണല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ ചേർക്കുന്നത് തൈരാണ്. തൈരും അതെ, തണുപ്പ് കാലത്ത് നമുക്ക് ഈ തൈര് അങ്ങനെ കഴിക്കാൻ, ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത തൈര് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് പറ്റിയൊരു കൂട്ടാണ് ഈ തമ്പുളി, അതും കുക്കുംബർ തമ്പുളി. ഇതിൽ വേവിക്കുന്നൊന്നുമില്ല, പക്ഷേ അരച്ചിട്ട് വറുത്തിടും, ചുടുക്കനെ വറുത്തിടും. അപ്പോൾ ഈ കുക്കുംബറിൻ്റെയും തൈരിൻ്റെയും ആ ഒരു ശീതത്വം അങ്ങോട്ട് മാറിക്കിട്ടും. അതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒരു സാമ്പാറും ഒരു തമ്പുളിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു പപ്പടം ഉണ്ടെങ്കിൽ സുഖമായി ഉണയിക്കാം. പിന്നെ തൈര് കൂട്ട് ഒന്നും ആവശ്യമില്ല. അപ്പം ഇന്ന് അങ്ങനെ ഒരു തമ്പുളിയുടെ റെസിപ്പി. ഇത് കുക്കുംബർ, ഒരു പകുതി കഷ്ണം കുക്കുംബറേ ഉള്ളൂ കേട്ടോ. അതിരിക്കിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2, 4, 6, 8 കാന്താരി എടുത്തിട്ടുണ്ട്. എരിക്കനുസരിച്ച് മാറ്റം ചെയ്യാം. ഇപ്പം ഞാൻ 8 എടുത്തിട്ടുണ്ട്, കാരണം കുക്കുംബറും പിന്നെ ഇതിൽ തേങ്ങയും ചേർക്കും. വേണ്ടോ, ഒരു പിടി തേങ്ങ, ഒരു പിടി ആ കുക്കുംബറിൻ്റെ അത്ര വേണ്ടു കേട്ടോ. ഒരു പിടി തേങ്ങയും കൂട്ടിയിട്ട് വെള്ളമൊന്നും കൂട്ടാതെ നമ്മുടെ കട്ട തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കുക. വെള്ളം കൂട്ടില്ല, ആ കട്ട തൈരും കൂട്ടിയിട്ട് ഇതിങ്ങോട്ട് അരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഇഞ്ചിയും ഈ ചൂനിമുളകും ഈ കുക്കുംബറും ഒന്ന് നന്നായി അടിയണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് 3 കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നന്നായി അരയ്ക്കാം. എന്നിട്ട് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും തൈരും ഉപ്പും കൂട്ടിയിട്ട് അടിക്കാം. ഓക്കേ, കാണിക്കാം. അപ്പോൾ അതാ നമ്മൾ ആ കുക്കുംബറും ആ കാന്താരിയും ഇഞ്ചിയും കൂടി നന്നായി അരച്ചു കേട്ടോ. ഇതിലേക്കിതാ ഇങ്ങനെ കറക്റ്റ് ഒരൊറ്റ പിടി തേങ്ങ, ഇനി തൈര്, നല്ല കട്ട തൈരാവണേ. ഇതാ, കാരണം ആ കുക്കുംബറിലും വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കട്ട തൈര് ഒരു നല്ലൊരു 1.5 ടേബിൾ സ്പൂൺ കേട്ടോ. എൻ്റെ കുഞ്ഞിയ സ്പൂൺ ആയതുകൊണ്ടാണേ. ഇനി ഇതിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായി അടിക്കുക. അടിച്ചിട്ട് വറുത്തിടുക. വറുത്തിടുമ്പോൾ കടുക്, കരുവേപ്പില, വറ്റൽമുളക്, ഉഴുന്നുപൊടി. ഇനി ബോളായാലും ആ വെള്ള ബോളായാലും കുഴപ്പമില്ല, ഉഴുന്നിൻ്റെ അത് നന്നായി വറുത്തിടുക. കാണിക്കാട്ടോ. ഇതാ, അപ്പോൾ തമ്പുളി റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ, ആ കുക്കുംബറും ഇഞ്ചിയും കാന്താരിയും കൂടി നന്നായി അരച്ചു. അതിലേക്ക് തേങ്ങയും തൈരും ഉപ്പും കൂട്ടി അരച്ചു. എന്നിട്ട് അതിലേക്കിതാ കടുക്, ഉഴുന്നുപരിപ്പ്, കരുവേപ്പില, വറ്റൽമുളക് അത് വറുത്തിട്ട് താളിച്ചു. വറുത്തിട്ടു പറയും ഞങ്ങളൊക്കെ, ഇങ്ങനെ എന്താ നിങ്ങളൊക്കെ പറയാറില്ല. ഇതങ്ങനെ എന്നിട്ട് നന്നായി ഇതുണ്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതങ്ങനെ ഇങ്ങനെ ഉണ്ടാവുക. ഇത് ചോറിൻ്റെ ഒരു സൈഡിൽ ഇതെടുത്ത് ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ ഒരു സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ, ഇത് സാമ്പാർ പൊട്ടറ്റോ സാമ്പാറാട്ടോ. പൊട്ടറ്റോ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ലത് എന്താ അറിയോ, തേങ്ങ ഇല്ലാതെ. അപ്പോൾ തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം വറുത്തിടുക മീൻസ് എണ്ണ, കടുക്, ജീരകം, ഉലുവ, ദെൻ കറിവേപ്പില അത് വറുത്തിട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റുക. ദെൻ പൊട്ടറ്റോവും പരിപ്പും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടാവണം. ആ വേവിക്കുമ്പോൾ പൊട്ടറ്റോയിൽ ഒരു 4 വെള്ളുള്ളി ഇടുക. അറിയേയില്ല, പൊട്ടറ്റോവും പരിപ്പും കൂടി വേവിക്കുമ്പോൾ അതിൽ 4 വെള്ളുള്ളിയും ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വേവിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ വറുത്തിട്ടേലേക്ക് നമ്മൾ തക്കാളി ഇടുക, പുളി ഒഴിക്കുക. തക്കാളിയും പുളി ഒഴിക്കുന്നതിൻ്റെ മുമ്പേ സാമ്പാർ പൊടി നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടി, മല്ലി, മുളക്, ഉലുവ, കായം, വറ്റൽമുളക് ഒക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി അതർവൈസ് വാങ്ങണത്. അധികം നമ്മൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതും നന്നായി. എന്നിട്ട് ആ സാമ്പാർ പൊടി ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ആ ഉള്ളി കൂടെ കേട്ടോ. എന്നിട്ട് അത് നന്നായി ഡ്രൈ റോസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് തക്കാളി ഇടുക. ആ തക്കാളി ഇടണോടുകൂടി ഉപ്പിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ പുളി ഒഴിക്കുക. പുളി നന്നായി തിളയ്ക്കണം. നന്നായി പുളി വെന്ത് കഴിഞ്ഞാൽ ഈ വേവിച്ച് വെച്ച പൊട്ടറ്റോ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായി തിളച്ചിങ്ങോട്ട് പരിപ്പും പൊട്ടറ്റോയും കൂടി. അപ്പോൾ ഈ പൊട്ടറ്റോൻ്റെ ഗ്യാസ് പ്രോബ്ലമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പാറും പപ്പടവും ഈ തമ്പുളി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ സുഖമായി. ഇനിയിപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ, കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോഴേ ചോറിൻ്റെ സൈഡിൽ ഈ ഒരു തമ്പുളിയും
പിന്നെ കൊണ്ടാട്ടം വറുത്തതോ അല്ലെങ്കിൽ ഒരു കടുമാങ്ങയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ ചെറിയ പിള്ളേർക്ക് വെച്ചാൽ ഈ തമ്പിളി ചോറിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ചോറ്റുപാത്രത്തിൽ അത്രയല്ലേ ചോറ് കൊള്ളുള്ളൂ. ആ ചോറ് ഉണ്ണാനുള്ള ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണത് കേട്ടോ. എളുപ്പമാണ് ഇനി ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കേ.